മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഒരു സാരി ഡ്രേപ്പിംഗ് വീഡിയോ ആണ് കേട്ടോ. പലതരത്തിൽ പല രീതിയിൽ ഒരുപാട് പേരുകളുണ്ട് നമ്മുടെ സാരി ഡ്രേപ്പ് ചെയ്യുന്നതിന് തന്നെ. അപ്പം അങ്ങനത്തെ ഒരു 3 സാരി ഡ്രേപ്പാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി പോകുന്നത്. ഞാൻ ഓൾറെഡി ഡ്രേപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ അൽപ്പുറത്ത് കുറച്ച് സാരി ഡ്രേപ്പൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ പെട്ടെന്ന് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റിലത്തെ സാരി ഡ്രേപ്പിലേക്ക് നമുക്ക് കിടക്കാം. വലിച്ചു നീട്ടുന്നില്ല കേട്ടോ. നമ്മൾ ഫസ്റ്റ് തന്നെ കാണാൻ വേണ്ടി പോകുന്ന സാരി ഡ്രേപ്പിംഗ് എന്ന് പറയുമ്പോൾ ഒരു മഹാറാണി അങ്ങനത്തെ ഒരു പഴയ ആ ഒരു കൾച്ചറിൽ വരുന്ന ഒരു സാരി ഡ്രേപ്പിംഗ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ നോർമൽ സാരി ഡ്രേപ്പ് ചെയ്യുന്നത് മാതിരി നമുക്ക് ഡ്രേപ്പ് ചെയ്യാം. എന്നിട്ട് നമ്മുടെ പല്ലു പോർഷൻ നമുക്ക് ഇങ്ങനെ പ്ലീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിങ്ങനെ മടക്കി വെച്ചിട്ടാണ്, സോഫ്റ്റ് സാരി ആയതുകൊണ്ട് തന്നെ മടക്കി വെച്ചിട്ടാണ് ഞാൻ പ്ലീറ്റ് ചെയ്തെടുക്കുന്നത്. പ്ലീറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഞുറിയെല്ലാം പിടിച്ച് വെച്ച് കൊടുത്തിട്ട് നമ്മൾ വലത് കൈയുടെ സൈഡിലേക്ക് നമുക്ക് ആ പ്ലീറ്റ് കൊണ്ടുവരാം കേട്ടോ. ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് തോന്നുന്നു. പല സൈഡിലേക്ക് കൊണ്ടുവന്ന് അത് നന്നായിട്ട് ക്ലിയർ ചെയ്തതിന് ശേഷം നമുക്ക് ബാക്കിയില്ലേ നമ്മൾ നോർമൽ പ്ലേറ്റ് എടുക്കത്തില്ല, അതേപോലെ നമുക്ക് പ്ലേറ്റ് എടുത്ത് എല്ലാം നന്നായിട്ട് ഇങ്ങനെ സെക്യൂർ ചെയ്ത് വെക്കുക കേട്ടോ. നല്ല നീറ്റായിട്ടൊന്ന് വെക്കുക. അതൊന്ന് നമുക്ക് ടക്കിങ് ചെയ്ത് കൊടുക്കാം. ടക്കിങ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ബാക്കി നമ്മുടെ ഫ്രണ്ടിലത്തെ ആ പോർഷൻ ഉണ്ട്, നമ്മൾ ഫ്രണ്ടിലിട്ടിരുന്നില്ലേ ആ ഒരു പോർഷൻ അവിടെ ഒരു പിൻ ചെയ്യണം കേട്ടോ. എനിക്ക് പിൻ എൻ്റെ കയ്യിൽ കിട്ടിയില്ലടാ. അങ്ങനെ പിൻ ചെയ്തതിന് ശേഷം നമുക്ക് താഴത്തെ ആ ഒരു പാട്ടില്ലേ നമുക്ക് ആ ടാസസ് ഉള്ള അത് മേളിലേക്ക് ഒന്ന് പിൻ ചെയ്ത് വെച്ച് കൊടുക്കുക. ബാക്കി പോർഷൻ അകത്തേക്ക് കയറ്റി ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ ഫുൾ ലുക്ക് എന്ന് പറയുമ്പോഴേക്കും നല്ല എലിവേറ്റഡ് ആയിട്ടുള്ള ഒരു മഹാറാണി ലുക്കാണ് കേട്ടോ. ഈ ഒരു ലുക്ക് എന്ന് പറയുമ്പോൾ നല്ല രസമായിട്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റിലത്തെ ലുക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് ഇഷ്ടപ്പെട്ടോ? എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇങ്ങനത്തെ ഓരോരോ ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇങ്ങനെ ഓരോ ലുക്ക് വൈസ് ഇങ്ങനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഓരോ ലുക്ക് ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്താണ് ഈ ഒരു ലുക്ക് എന്ന് പറയുമ്പോഴത്തേക്ക്. അപ്പോൾ നമുക്ക് അടുത്ത ലുക്കിലേക്ക് കിടക്കാം. ഈ ഒരു ലുക്ക് എനിക്ക് നന്നായിട്ട് തന്നെ ആദ്യമേ ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ അടുത്ത ലുക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് ഇതൊക്കെ എറിഞ്ഞ ശേഷം അടുത്ത ലുക്കിൽ നമുക്കൊരു ടൈ ഒരു ആവശ്യമുണ്ട് കേട്ടോ. പിന്നെ ഞാൻ എടുത്ത് പറയട്ടെ, എൻ്റെ മോളാണ് രണ്ടാമത്തെ വീഡിയോ എടുത്തത്. അപ്പോൾ ആൾ എന്നോട് പറഞ്ഞില്ല ഇത് ക്ലാരിറ്റി കുറവാണ് എന്ന്. അതൊന്ന് എക്സ്ക്യൂസ് ചെയ്തേക്ക് കേട്ടോ. ക്യാമറ എന്തോ ടച്ച് ചെയ്തതാണ്. നമുക്ക് ആ ഒരു ടൈ ഉണ്ടല്ലോ അത് നമുക്ക് വയർ പോർഷനിൽ ഒന്ന് കെട്ടിക്കൊടുക്കണം കേട്ടോ. നമുക്ക് നോർമൽ ഒരു പ്ലീറ്റ് എടുക്കുന്ന മാതിരി പ്ലീറ്റ് എടുത്തതിന് ശേഷം നമുക്ക് ബാക്കി ആ ടക്കിങ് ചെയ്തതിൽ ആ ഒരു ചരടിൽ ഇങ്ങനെ ഫുൾ സാരി സൈഡിൽ ഇങ്ങനെ ചുറ്റി എടുക്കണം കേട്ടോ. ഞാൻ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് തോന്നുന്നു. ഞാൻ പറയുമ്പോൾ എത്രത്തോളം മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. എനിക്ക് അതിൻ്റെ കൺഫ്യൂഷനായി പോയി കേട്ടോ. എന്നിട്ട് ബാക്കി ചുറ്റി കഴിഞ്ഞിട്ടുള്ള ബാക്കി പോർഷൻ ഫ്രണ്ടിലേക്ക് പ്ലേറ്റ് ചെയ്ത് ഇതേപോലെ നമുക്കൊന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ബാക്കി പോർഷനും കൂടിയിട്ട് ഫ്രണ്ടിലേക്ക് ഒന്ന് വലിച്ച് ടൈറ്റ് ചെയ്ത് ഇങ്ങനെ മാതിരി ഇതെങ്ങനെ വെച്ച് കൊടുക്കാം കേട്ടോ. ഇത്രയേ ഉള്ളൂ ഈ ഒരു ഇതെന്ന് പറയുമ്പോഴത്തേക്ക്. മനസ്സിലായിട്ടുണ്ടോ? എന്നിട്ട് ഭാഗത്ത് നിന്ന് നമുക്ക് ആ ചരടുണ്ടല്ലോ അതുകൊണ്ട് അകത്തു നിന്ന് നമുക്ക് ആ ഒരു പ്ലേറ്റിൻ്റെ പോർഷൻ വലിച്ച് പുറത്തേക്ക് ഇടുക കേട്ടോ. ചരടുള്ളതുകൊണ്ട് തന്നെ ഇളകിയൊന്നും പോകത്തില്ല. അപ്പം സെക്കൻഡ് ലുക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഒരു ലുക്കാട്ടോ. നല്ല ഭംഗിയുള്ള നല്ലൊരു സാരി ഡ്രേപ്പിംഗ് ആണ്. ഒരു പ്രത്യേക ഒരു ഭംഗിയാട്ടോ അത് ഡ്രേപ്പ് ചെയ്ത് ആ ഒരു ഇതൊക്കെ പ്ലീറ്റൊക്കെ ഇങ്ങനെ പുറത്തേക്ക് കിടക്കുമ്പോൾ. അപ്പോൾ നമ്മുടെ സെക്കൻഡ് സാരി ലുക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതാണ്. ഞാൻ എൻ്റെ പേരുണ്ടെങ്കിൽ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം നമ്മൾ അടുത്ത് ഡ്രേപ്പ് ചെയ്യുന്നത് ഒരു ഹാൻഡ്സ് ഫ്രീ സാരി ആട്ടോ. നമുക്ക് ആദ്യം തന്നെ നോർമൽ സാരി ഉടുക്കുന്ന മാതിരി ഉടുക്കുന്നതിന് പിന്നോ കാര്യങ്ങളോ ഒന്നും തന്നെ ആവശ്യമില്ല കേട്ടോ. ഞാൻ മുന്നേ സാരി ഡ്രേപ്പ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ നമ്മുടെ നോർമൽ സാരി ഉടുക്കുന്ന മാതിരി തന്നെ നമ്മൾ സാരി ഉടുത്ത് വയ്ക്കുക. അതിനുശേഷം നമ്മുടെ ഫ്രണ്ട് പ്ലീറ്റ് എടുക്കില്ലേ അതേപോലെ ഫ്രണ്ട് പ്ലീറ്റൊക്കെ ഇങ്ങനെ എടുക്കുക. ഫ്രണ്ട് പ്ലീറ്റ് എടുത്ത് സെക്യൂർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒരു പ്രത്യേക ഒരു ഇതാണ് നമ്മൾ ഉടുത്ത് ഇങ്ങനെ മൈൻഡിൽ ഓരോ ഇങ്ങനെ വന്ന് ഇങ്ങനെ വരുന്നത് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഉടുക്കാൻ വേണ്ടി. എന്നിട്ട് ബാക്കിൽ നിന്ന് നമുക്ക് രണ്ട് സൈഡിലേക്ക് നമ്മൾ ബോഡി കറക്റ്റ് സെൻറ്റർ പോർഷനിലായിരിക്കണം കേട്ടോ. ബാക്കിൽ ബാക്കി നമ്മളെ മുന്താണി പോർഷൻ ഇങ്ങനെ പിടിച്ചിട്ട് ബാക്കിൽ നിന്ന് രണ്ട് ഇതായിട്ട് കെട്ടിക്കൊടുക്കുക കേട്ടോ. ബാക്കിലെ പോർഷനും ഫ്രണ്ടിലെ പോർഷനും കൂടിയിട്ട് ഒന്ന് കെട്ടിക്കൊടുക്കുക. അതിനുശേഷം ആ ബാക്കിലെ പോർഷൻ ഫ്രണ്ടിലേക്ക് കൊണ്ട് ഒന്ന് സെക്യൂർ ചെയ്ത് അവിടെ അങ്ങ് വെക്കുക കേട്ടോ. സെക്യൂർ ചെയ്ത് അങ്ങ് വെച്ച് കൊടുക്കുക. നമുക്ക് അതിനകത്തേക്ക് പിൻ ചെയ്ത് വെച്ച് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ നമ്മൾ മൂന്നാമത്തെ സാരി ഡ്രേപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഫ്രീ സ്റ്റൈൽ അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് സാരി ഡ്രേപ്പിംഗ് ആണ് കേട്ടോ. പിന്നോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇതിന് ആവശ്യമില്ല. ഒരു പ്രത്യേക ഒരു ലുക്കാട്ടോ. നിങ്ങൾക്ക് ഇതിൽ ഏത് ലുക്കാണ് ഇഷ്ടപ്പെട്ടതെന്ന് പറയണം കേട്ടോ. എനിക്ക് ഫസ്റ്റിലത്തെ ആ ഒരു ലുക്കില്ലേ എനിക്ക് അതാട്ടോ ഇഷ്ടപ്പെട്ടത്. അപ്പോൾ അടിപൊളിയായി. അപ്പോൾ നമ്മുടെ സാരി ട്രിപ്പൊക്കെ ഏകദേശം കഴിഞ്ഞു കേട്ടോ. 3 സാരി ട്രിപ്പ് ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങൾക്ക് ഏതെങ്കിലും സാരി ട്രിപ്പ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ പറയണേ. ചിലരൊക്കെ എനിക്കൊരു വേറെ എന്തൊക്കെയോ ഒരു ലുക്കൊക്കെ ആയി പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. എൻ്റെ കയ്യിൽ പിന്നെ ഒരു പിന്നും ഇല്ലായിരുന്നു കേട്ടോ.
അപ്പോൾ അതിൻ്റെതായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളുണ്ടാവും, എന്നാലും കുഴപ്പമില്ല. ഞാൻ എൻ്റെതായുള്ള രീതിയിൽ കുറച്ച് ഞാൻ ഒപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ സാരി ഡ്രൈപ്പിംഗ് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഇഷ്ടപ്പെടുന്നത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നാളെ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ, ലവ് യു.